നമസ്കാരം പ്രിയമുള്ളവരെ, പശ്ചിമേഷ്യയിലെ സംഭവഗതികൾ വിശകലനം ചെയ്യുമ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിൽ ഒന്ന് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ സമയത്ത് മിക്കപ്പോഴും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇറാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാൻ കഴിയാത്ത അവസ്ഥ വന്നു. പ്രത്യേകിച്ചും താഡ് മുതലായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്ഫലമാക്കിക്കൊണ്ട് ഇറാന്റെ മിസൈലുകൾ ഇസ്രായേൽ പതിച്ചു. ഈ അവസരത്തിൽ അമേരിക്ക സൗദിയുടെ സഹായം ഇസ്രായേലിന് വേണ്ടി തേടി. പക്ഷേ സൗദി അത് നിരസിച്ചു എന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നേരത്തെ അമേരിക്ക സൗദിക്ക് വിറ്റ താഡ് വ്യോമ പ്രതിരോധ സംവിധാനം അത് ഇസ്രായേലിന് നൽകണം എന്ന് സൗദിയോട് അമേരിക്ക അഭ്യർത്ഥിച്ചു എന്ന വാർത്ത ചില മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുന്നു. പക്ഷേ സൗദി അത് നിരസിച്ചു. ഇസ്രായേലിന് തങ്ങളുടെ കയ്യിലുള്ള താഡ് വ്യോമ പ്രതിരോധ സംവിധാനം നൽകുന്നതിന് ഇസ്രായേലിനെ സഹായിക്കുന്ന യാതൊരുവിധ നടപടികളും തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്ന് സൗദി അസന്നിഗ്ധമായി തന്നെ വ്യക്തമാക്കി. അങ്ങനെ അമേരിക്കയുടെ ആ പ്ലാൻ പൊളിഞ്ഞു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോട് തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും സൗദിയുടെ ആ നിലപാട് പ്രശംസനീയം തന്നെയാണ്. മറ്റൊന്ന്, ഉർദു ഖാൻ ഫ്രാൻസ് അച്ചുതണ്ട്, അതായത് തുർക്കി ഫ്രാൻസ് അച്ചുതണ്ട് രൂപപ്പെടുന്ന ചില മാധ്യമങ്ങളിലൊക്കെ ചർച്ച ഉരുത്തിരിയുന്നുണ്ട്. പ്രത്യേകിച്ചും ഫ്രാൻസ് സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഉച്ചകോടിയിൽ പൊതുസമ്മേളനത്തിൽ വെച്ച് ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കും എന്ന നിലപാടുമായി മുന്നോട്ട് വരികയാണ്. ഇമ്മാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റിന്റെ പ്രഖ്യാപനം അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു. അത് ലോകമാധ്യമ രംഗത്ത് വലിയ ചർച്ചയാകുന്നതോടൊപ്പം തന്നെ ഉർദു ഖാനും ഫ്രാൻസും തമ്മിൽ, ഫ്രഞ്ച് പ്രസിഡന്റും തമ്മിൽ ഫോൺ സംഭാഷണം നടത്തിയെന്ന വാർത്തയും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയാണ്. പക്ഷേ ഉർദു ഖാന്റെ അല്ലെങ്കിൽ തുർക്കിയുടെ നിലപാടുകൾ പലപ്പോഴും സംശയാസ്പദമാകുന്നു എന്ന രീതിയിലുള്ള ചില വിശകലനങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് എന്ന വാർത്തയും നമ്മൾ ഈ അവസരത്തിൽ വിസ്മരിക്കുന്നില്ല. മറ്റൊന്ന്, ഇസ്രായേലിന്റെ തലച്ചോർ എന്നറിയപ്പെടുന്ന വിസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അത് ഇറാൻ ഈ 12 ദിവസത്തെ യുദ്ധത്തിൽ തകർത്തതുമായി ബന്ധപ്പെട്ട വാർത്തകളും വലിയ വിശകലനങ്ങളുമായി തന്നെ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഇസ്രായേലിന്റെ വംശഹത്യയ്ക്ക് ആവശ്യമായ പരീക്ഷണങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. പ്രത്യേകിച്ചും ആ മേഖലയിൽ തന്നെ വലിയ ഭീഷണി ഉണ്ടാക്കുന്ന രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടന്നിട്ടുള്ള, അത് പ്രാവർത്തികമാക്കിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു ഇത്. ഇറാൻ നിമിഷങ്ങൾ കൊണ്ട്, മിനിറ്റുകൾ കൊണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് കത്തിച്ചു കളഞ്ഞത് ആ പ്രദേശങ്ങളിലൊക്കെ വലിയ സുരക്ഷയ്ക്ക് കാരണമാകും എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ സാങ്കേതികതയുടെ ഏറ്റവും അടിസ്ഥാനമായിരുന്നു വിൻസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. അവരുടെ വലിയ പരീക്ഷണങ്ങൾ നടക്കുന്ന ഒരു കേന്ദ്രമായിരുന്നു ഇതെന്ന രീതിയിലുള്ള വാർത്തകളും വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു നിമിഷമാണ്. മറ്റൊന്ന്, ഇതുവരെ 60,000-ൽ പരം ആളുകൾ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഗസയിൽ കൊല ചെയ്യപ്പെട്ടു എന്ന് ഗസ അതോറിറ്റിയുടെ പ്രഖ്യാപനം വരുന്നു. കഴിഞ്ഞ 2023 ഒക്ടോബറിന് ശേഷം ഇതുവരെ 60,000-ൽ പരം ആളുകൾ മരിച്ചിട്ടുണ്ട് യുദ്ധത്തിൽ. ഒരു നേരെ ആഹാരം പോലും ഈ സെപ്റ്റംബർ വരെ യുദ്ധം തുടർന്നാൽ, ഇസ്രായേലിന്റെ ഉപരോധം തുടർന്നാൽ സെപ്റ്റംബർ ആകുമ്പോൾ ഗസ മുഴുപട്ടിണിയിലാകും. ഇപ്പോൾ തന്നെ പട്ടിണിയിലാണ്. പക്ഷേ സെപ്റ്റംബർ ആകുമ്പോൾ ആഹാരമോ വെള്ളമോ കിട്ടാതെ ഗസ വലിയ ഒരു ദുരിതത്തിലേക്ക് കടന്നു വീഴും എന്ന ഒരു നിഗമനമാണ് ഗസ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ തന്നെ ഈ പ്രസവിച്ചു വീഴുന്ന കുട്ടികൾ അവര് വലിയ ദുരവസ്ഥയിലാണ് ജനിച്ചു വീഴുന്നതെന്ന വാർത്ത പുറത്തു വരികയാണ്. പ്രത്യേകിച്ചും പേശികളില്ലാതെയാണ് ആ കുട്ടികൾ ജനിച്ചു വീഴുന്നത്. കാരണം ഗർഭസമയത്ത് അവർക്ക് ആവശ്യമായ പോഷകാഹാരങ്ങളും ലഭിക്കാത്തത് കൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലാണ് അവർ ജനിച്ചു വീഴുന്നത് എന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോഴും ഇന്നലെയും അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് 950ഓളം ട്രക്കുകൾ ഗസ ഈജിപ്ത് അതിർത്തിയിൽ ഇസ്രായേലിന്റെ അനുമതി കാത്തു കിടപ്പുണ്ട്. പക്ഷേ ഇസ്രായേൽ ഗസയിലേക്ക് ആഹാര പദാർത്ഥങ്ങളുമായി കടക്കുവാൻ ആ ട്രക്കുകളെ അനുവദിക്കുന്നില്ല. അതിലെ ആഹാര പദാർത്ഥങ്ങൾ അതുകൊണ്ട് തന്നെ നശിച്ചു തുടങ്ങുന്നു, ചീഞ്ഞു തുടങ്ങുന്നു എന്ന വലിയ വാർത്ത അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഇംഗ്ലണ്ടിന്റെ ഭാഗത്തു നിന്നും ഗസയ്ക്ക് അനുകൂലമായ ചില നീക്കുപോക്കുകൾ അല്ലെങ്കിൽ പരാമർശങ്ങൾ ഉണ്ടാകുന്ന വാർത്തയും ചർച്ച ചെയ്യപ്പെടുകയാണ്. സെപ്റ്റംബറിനുള്ളിൽ പൂർണ്ണമായ ഒരു വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിച്ചില്ല എങ്കിൽ ഫലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി UK പ്രഖ്യാപിക്കും എന്ന ഒരു പ്രസ്താവന UK പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത് ഗസയെ സംബന്ധിച്ച് പ്രതീക്ഷയുടെ ഒരു വക നൽകുന്നതാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഇത് പ്രതിഷേധവും വിളിച്ചു വരുത്തുന്നു എന്ന വലിയ വാർത്തയും അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, അമേരിക്കയ്ക്കും നാറ്റോയ്ക്കുമെതിരായിട്ട് റഷ്യയുടെയും ഇറാന്റെയും ചൈനയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു പുതിയ സൈനിക സഖ്യം രൂപപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ ചൈനയിൽ വെച്ച് നടന്ന അതിൻ്റെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ രൂപരേഖ തയ്യാറാകുന്നതിനുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഇറാൻ
വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയുമാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത് എന്ന വാർത്തയും ഉണ്ടായിരുന്നു. ഈ ഭൂമിശാസ്ത്രപരമായ തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഷാങ്ഹായിൽ ഇന്ത്യൻ പ്രതിനിധിയും പങ്കെടുത്തിരുന്നു എന്ന ഒരു വാർത്തയും അന്തർദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും നാറ്റോയിലേതുപോലെ അമേരിക്കയുടെ ഒരു അപ്രമാദിത്വം, ഏകാധിപത്യം ഉള്ള ഒരു നടപടിയായിരിക്കില്ല ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരു സൈനിക സഖ്യം ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടാകുക എല്ലാ രാജ്യങ്ങളുടെയും അവരുടെ അസ്തിത്വവും പരമാധികാരവും ഒക്കെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു സൈനിക സഖ്യം ഒരുപക്ഷെ നാറ്റോയ്ക്ക് പകരമായി ഉണ്ടാകും എന്ന ഒരു ചർച്ച ഷാങ്ഹായ് സഹകരണ സംഘടനകളുടെ അംഗരാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ നടന്നതായുള്ള കാര്യവും വലിയ പ്രാധാന്യത്തോടെ തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം. എന്തായാലും അന്തർദേശീയ തലത്തിലെ കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ പുതിയ സഖ്യങ്ങളും പുതിയ രൂപരേഖകളും ഒക്കെ തയ്യാറായി വരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. ചൈനയും റഷ്യയും ഒപ്പം ഇറാനും ഒരുപക്ഷെ ഇന്ത്യയുമൊക്കെ ആ ചർച്ചകളുടെ ഭാഗമാകുന്നു എന്ന വലിയ നിഗമനം തന്നെ അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. ഗസയുടെ കാര്യം കൂടുതൽ വഷളാകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. കടുത്ത പട്ടിണി, കടുത്ത ഉപരോധം, യുദ്ധം, അതാ പട്ടിണി യുദ്ധം എന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന ഇസ്രായേലിന്റെ യുദ്ധതന്ത്രം ഗസയെ വലിയ ദുരിതത്തിലേക്ക് തള്ളിവിടുന്നു എന്ന ഒരു യാഥാർത്ഥ്യം വളരെ പച്ചയായി തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. സെപ്റ്റംബർ വരെ ഈ ഉപരോധം നീണ്ടുപോയാൽ ഗസയെ സംബന്ധിച്ച് വലിയ ഒരു കൊടും ദുരന്തത്തിലേക്ക് ആ ഉപരോധം തള്ളിവിടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇസ്രായേൽ നടത്തുന്ന പട്ടിണി യുദ്ധത്തെ ലോകം നിസ്സഹായവും നിസ്സംഗവുമായി നോക്കി നിൽക്കുന്നു എന്ന കാര്യത്തിലും സംശയമില്ല. ഒരുപക്ഷെ പ്രതീക്ഷയുടെ കരണങ്ങൾ നൽകുന്നത് ഫ്രാൻസിന്റെയും ഇംഗ്ലണ്ടിന്റെയും ഒക്കെ സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് സങ്കല്പങ്ങൾക്ക് അനുകൂലമായ ചില പ്രസ്താവനകളാണ് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. പക്ഷേ അവിടെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ചില എതിർപ്പുകളും പ്രകടിപ്പിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ലോകക്രമം കൂടുതൽ മാറി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഗസയിലും ഒപ്പം ഇസ്രായേലുമൊക്കെ സമാധാനത്തിന്റെ പുത്തൻ പുലരികൾ പുലർന്നു വീഴും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം രണ്ടു രാജ്യങ്ങളെയും യുദ്ധം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ബാധിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. ഗസയിൽ അത് കുറച്ചു കൂടുതലാണ്. കാരണം ഗസ എന്ന് പറയുന്നത് ഒരു തുരുത്തായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. നാലുപാട് നിന്നും ഇസ്രായേലിന്റെ കടുത്ത ഉപരോധം, ആഹാരപദാർത്ഥങ്ങളുമായി പുറത്ത് രാജ്യങ്ങളുടെ ട്രക്കുകളൊക്കെ കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ അത് കടന്നു വരുവാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ക്ഷാമത്തിലേക്ക് ആ രാജ്യത്തെ ജനങ്ങൾ വീഴുന്നു എന്നത് വലിയ ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും തളർന്നു വീഴുന്ന കുട്ടികൾ, അത് നോക്കി നിൽക്കേണ്ടി വരുന്ന മാതാപിതാക്കളുടെ ദുരവസ്ഥ, അത് നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തതാണ്. അത് അനുഭവിച്ചറിഞ്ഞവർക്ക് അതിൻ്റെ ഒരു ദുരിതത്തിൻ്റെ ആഴവും അളവും ഒക്കെ മനസ്സിലാക്കുവാൻ കഴിയും. മിക്കപ്പോഴും അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഗസയിലെ പട്ടിണി കൊണ്ട് ശോഷിച്ച് എല്ലും തോലുമായി നിൽക്കുന്ന കുട്ടികളെ ചേർത്തു പിടിച്ചു നിൽക്കുന്ന അമ്മമാരുടെ, പിതാക്കന്മാരുടെയൊക്കെ ചിത്രങ്ങൾ വല്ലാതെ കരളലിയിപ്പിക്കുന്നതാണ്, വല്ലാതെ കണ്ണുനീർ നിറയ്ക്കുന്നതാണ്. അത്തരം അവസ്ഥയിൽ നിന്ന് ഗസയ്ക്ക് മോചനമുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശംസിക്കാം, ആഗ്രഹിക്കാം. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങേണ്ട. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദയവായി ലൈക്ക് ചെയ്യുക. കാരണം ഈ റിപ്പോർട്ടിംഗ് വരുന്നതുകൊണ്ട് തന്നെ ചാനൽ നിർത്തപ്പെടാനുള്ള സാഹചര്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ദയവായി ലൈക്ക് ചെയ്യുക. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ജയ് ഹിന്ദ്.